കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള ഫോൺ, ലഹരി മരുന്ന്, പുകയില ഉത്പന്നങ്ങൾ എന്നിവയുടെ കടത്ത് തടയാൻ നടപടി. മതിലിനടുത്തേക്കുള്ള തടവുകാരുടെ പ്രവേശനം തടയാൻ ഇരുമ്പ് വേലി സ്ഥാപിക്കും. ശരീരത്തിലെ രഹസ്യ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചും മൊബൈൽ ഫോൺ കടത്തുന്നുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ജയിലിൽ സ്കാനർ സ്ഥാപിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, തുടർച്ചയായി ഇത്തരം ലഹരിയൊക്കെ എറിയുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം നടപടിക്രമങ്ങളൊക്കെ നേരത്തെ തന്നെ വേണ്ടതാണ്, അതിനൊക്കെയുള്ള നിർദ്ദേശങ്ങളും ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുതുതായി ഇതൊക്കെ ഏർപ്പെടുത്തണമെന്ന് പറയുകയാണോ? അനുജ, ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം ഈ ജയിലിലേക്ക് ലഹരി മരുന്നുകൾ, അതോടൊപ്പം മൊബൈൽ ഫോണ്, പുകയില ഉൽപ്പന്നങ്ങളൊക്കെ കടത്തുന്ന അത്തരം വിവരങ്ങൾ അത് ജയിലിനകത്ത് നിന്ന് പിടികൂടുന്നു. അതോടൊപ്പം ഇത് കടത്തുന്നതിന് വേണ്ടി പുറത്ത് വലിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. അത് ജയിലിനുള്ളിൽ ഉള്ളവരുമായി കണക്ട് ചെയ്യുന്നു, അത് ഫോണിലൂടെയൊക്കെ കണക്ട് ചെയ്യുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതോടെയാണ് ജയിൽ വകുപ്പ് ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, കർശനമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കുന്നത്. അത് അനുജ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ വേണ്ടതായിരുന്നു. പക്ഷേ ഈ ജയിൽ ചാട്ടവും അതിനുശേഷം പുറത്തു വന്ന വിവരങ്ങളെല്ലാം ജയിൽ വകുപ്പിന് വലിയ നാണക്കേടുണ്ടാക്കി. അതേ തുടർന്നാണ് ഇത്തരം നടപടികളിലേക്ക് പോകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ ജയിലിനും അതിന് പുറത്ത് രണ്ട് രീതികളിലാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് പറയുന്നത്. ഇത് കടത്ത് നടക്കുന്നത് രണ്ട് രീതികളിലാണ്. ഒന്ന്, ഈ മതിലിന് പുറത്ത് നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് കഴിഞ്ഞ ദിവസം ചില ആൾക്കാരെയൊക്കെ അത് പിടികൂടുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, ഈ കോടതിയിൽ പോയി തിരിച്ചു വരുമ്പോൾ തടവുകാർ ഈ ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങളിൽ ഒളിപ്പിച്ച് ഈ നാനോ ഫോണുകൾ, വളരെ ചെറിയ വിരലിൻ്റെ വലുപ്പം മാത്രമുള്ള വളരെ ചെറിയ ഫോണുകൾ ഈ ശരീരഭാഗത്തിലൊക്കെ ഒളിപ്പിച്ച് ജയിലിലേക്ക് കടത്തുന്നുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലുണ്ട്. ഇത് രണ്ട് രീതിയിലും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതിൽ ഒന്നാമത്തേത്, ഈ മതിലിന് പുറത്ത് IRB സേനയെ, ഈ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ്റെ സേനയെ, അതിൽ ഉദ്യോഗസ്ഥരെ, അവിടെ ഈ ആയുധധാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ മതിലിന് പുറത്ത് നിരീക്ഷണത്തിന് വേണ്ടി നിയോഗിക്കും. അവർ ഇത് രാത്രി സമയത്ത് ഉൾപ്പെടെ അവരുടെ നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം ജയിലിനകത്ത് ഈ എറിഞ്ഞു കൊടുക്കുന്ന സാധനങ്ങൾ മതിലിന് തൊട്ട് സമീപത്തായിരിക്കും എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ അവിടെ എത്തിയാണ് തടവുകാർ ഇതെടുക്കുന്നത്. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി ജയിലിനകത്ത് മതിലിനോട് ചേർന്ന ഭാഗത്ത് ഇരുമ്പ് വേലി കെട്ടി അത് തടവുകാരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കൂടുതൽ നിരീക്ഷണ ക്യാമറകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ നൽകിയിട്ടുണ്ടെന്നും ജയിൽ അധികൃതർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ശരീരഭാഗങ്ങളിൽ ഒളിപ്പിച്ച് കടത്തുന്ന തടയുന്നതിന് വേണ്ടി നിലവിൽ അത് പരിശോധിക്കാൻ ഒരു സംവിധാനവും ജയിലിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ അത്യാധുനിക സ്കാനർ സംവിധാനം, ശരീരഭാഗങ്ങൾ പരിശോധിക്കുന്ന സ്കാനർ സംവിധാനം വേണമെന്ന ആവശ്യം, അതിലൊരു പ്രപ്പോസൽ തന്നെയായി ഈ സെൻട്രൽ ജയിൽ അധികൃതർ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം നടപടികൾ എല്ലാം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ ഇത് തടയാൻ സാധിക്കുമെന്നാണ് സെൻട്രൽ ജയിൽ അധികൃതരും ജയിൽ വകുപ്പും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.